ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിനോട് അല്ലെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയോടുള്ള ഞങ്ങളുടെ പാഷനാണ്. ഞങ്ങൾക്ക് ഒരെണ്ണം ചെയ്ത് ഇനിയും ചെയ്യണോ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായില്ല. അടുത്തത് എന്താണ് ഇതിനെക്കുറിച്ച് വേറിട്ട് എന്ത് പറയാം, വ്യത്യാസമുള്ള രീതിയിൽ എന്ത് പറയാം എന്നുള്ള ചിന്തയായിരുന്നു. ബാക്കി എല്ലാവരുടെയും പേര് ആർട്ടിസ്റ്റാണ്, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. പ്രിയാമണി തീർച്ചയായിട്ടും വണ്ടർഫുൾ ജോബ് പ്രിയാമണി, തീർച്ചയായിട്ടും. അത് ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അവരെല്ലാവരും they have done their maximum. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഉള്ള ഒരു രസം, സുഖം, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറക്കും. ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ആ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ഷൂട്ട് ചെയ്തപ്പോ യഥാർത്ഥത്തിൽ എന്നെ ഇഷാക്ക് കുത്താൻ നേരത്ത് എന്റെ കയ്യിലുള്ള ഫോട്ടോയുടെ ചില്ല് വെച്ച് എന്റെ ഇവിടെ ഡാഡിയിൽ മുറിഞ്ഞു. ഈ മുറിഞ്ഞ ആർട്ടിഫിഷ്യൽ ബ്ലഡും ഒറിജിനൽ ബ്ലഡും ഞാൻ വെളിയിൽ കാണിക്കാതെ സംവിധായകനെ അറിയിക്കാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സംഭവമുണ്ട്. കാരണം അത് അറിയിച്ചു കഴിഞ്ഞാൽ സംവിധായകൻ വളരെ ടെൻഷൻ ആവും. എനിക്കറിയാം ജിത്തുവിന്. അത് അറിയിക്കാതെ ഞാൻ രഹസ്യമായിട്ട് പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ജിത്തു വിളിച്ചു, ചേട്ടാ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ, ബ്ലഡ് എപ്പോ? ഞാൻ പറഞ്ഞു അത് സാരമില്ല, കുഴപ്പമൊന്നുമില്ല, അവിടെ വർക്ക് നടക്കണ്ടേ. കാരണം ഇത്ര വൈകുന്നേരം 6 മണിക്ക് ലൈറ്റ് പോകുന്നതിനും ആ സീക്വൻസ് തീർക്കണം നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നണമെങ്കിൽ, ഒരു പ്രോജക്റ്റിനോടുള്ള നമ്മുടെ ഇഷ്ടം വരണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മെറിറ്റ് ഉണ്ടാവണം. ആ മെറിറ്റ് തുടക്കം മുതൽ തന്നെ ഈ ലൊക്കേഷനിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് എനിക്കുള്ളത്. അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഫീലിംഗ് അല്ല, ഒരു ക്യാമ്പസിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെയോ ഒരു അധ്യാപകനെ പോലെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന്റെ ഒരു 100% പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ്, സ്നേഹമെന്ന് പറയാം, ബഹുമാനം എന്ന് പറയാം, അതൊക്കെ എനിക്ക് ഈ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളിൽ നിന്നും ടെക്നീഷ്യൻസിൽ നിന്നും എല്ലാവരിൽ നിന്നും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരിൽ നിന്നും കിട്ടിയിട്ടുള്ള സ്നേഹം അത് തന്നെയാണ്. നമ്മുടെ സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ലൊക്കേഷൻ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റ് ആയിരിക്കും. ഈ ലൊക്കേഷൻ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഈശ്വരാനുഗ്രഹത്താൽ ഇത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അതേപോലെ ലൊക്കേഷൻ എൻജോയ് ചെയ്യുന്ന സിനിമകൾ വരട്ടെ. മലയാള സിനിമയ്ക്ക് ഇപ്പോ പ്രതികൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുമ്പോൾ, വിജയത്തിന്റെ കണക്കൊക്കെ പറയുമ്പോൾ പല ടെൻഷനും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പോസിറ്റീവായിട്ട് കൂടുതൽ പ്രതീക്ഷയോടെ പ്രൊഡ്യൂസേഴ്സിന് ഈ രംഗത്തേക്ക് കടന്നു വരാൻ പ്രേരിപ്പിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ആദ്യത്തെ 2-3 സ്ഥാനങ്ങളിൽ ഒന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു വലിയ വിജയമാക്കി തീർത്ത പ്രേക്ഷകർക്ക്, തിയേറ്റേഴ്സിന്, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ടീമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. പറയുന്ന ഈ ക്യാരക്ടർ താങ്ക് യു ജിത്തു സർ, താങ്ക് യു ഫോർ ബീയിങ് ദ വണ്ടർഫുൾ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. നന്നായിട്ട് ഡയറക്ട് ചെയ്തു. ഹി നോസ് വാട്ട് ഹി വാണ്ട്സ്. പടം കണ്ടു കഴിഞ്ഞിട്ട് ഈ പടം ഞങ്ങൾ ആക്ച്വലി ദുബായിൽ കണ്ടതാണ്, ഫാമിലിയായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ജിത്തു അഷ്റഫിന്റെ ഫസ്റ്റ് പടമാണോ ആസ് എ ഡയറക്ടർ. കാൺട്ട് ബിലീവ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് അത്ര നന്നായിട്ട് ഈസ് എ പെർഫെക്ഷനിസ്റ്റ്. ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ഹി ന്യൂ വാട്ട് ഹി വാണ്ടഡ്. ഏത് ടേക്കാണ്, ലൈക്ക് ജഗദീഷ് സാർ പറഞ്ഞ പോലെ, ഒരു 2 ടേക്കാണെങ്കിലും 3 ആണെങ്കിലും 5 ആണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ഓക്കെ പറയുള്ളൂ. സോ ആ ഒരു പെർഫെക്ഷൻ എന്ന് വേണ്ടി താങ്ക് യു. ബി ദ സെയിം പ്ലീസ്. ഇത്ര വലിയ നന്നായിട്ട് ഡയറക്ട് ചെയ്തിരുന്നു ജിത്തു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് മാർട്ടിൻ പ്രകാശ് സർ, രഞ്ജിത്ത്, സിരി സർ, എല്ലാവരും താങ്ക് യു ഫോർ ഹാവിംഗ് മീ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. നൗ കമ്മിങ് ടു ദി ഓഫീസർ ചാക്കച്ചൻ. നമ്മൾ ഇതിന് മുമ്പ് D4 Dance എന്ന് പറയുന്ന ഷോയിൽ വി മെറ്റ്. ഈ സർ ഹായ് ഹലോ, അപ്പോൾ തന്നെ ഒരു കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു. ആൻഡ് ആദ്യമായിട്ടാണ് വി വർക്കിംഗ് ടുഗെദർ. പക്ഷേ ഇത്രയും ഒരു കംഫർട്ടബിൾ ആയിട്ട് ആക്കുന്നത് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ഗ്രേറ്റ് ബീയിങ് യുവർ കോ സ്റ്റാർ ആൻഡ് ഹോപ്പ്ഫുള്ളി യു കെൻ ഗെറ്റ് ടു വർക്ക് അഗൈൻ സൂൺ. ആൻഡ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, എല്ലാവരും അത് റംസാൻ ആയിരിക്കട്ടെ, ചാക്കോച്ചൻ ആയിരിക്കട്ടെ, എസ്പെഷ്യലി വിശാഖ്, ഐ കം ടു യു ലേറ്റർ. പക്ഷേ എല്ലാവരും ഈ ക്യാരക്ടറിൽ വന്ന് അടിക്കുന്നുണ്ട്, അത് മാത്രം വേണ്ടെന്ന് പറഞ്ഞൊരു പരാതിയും ഉണ്ട്. പക്ഷേ leaving that aside, I have to just say I had such a great time working with you, Chakocha, and I hope we get to work together. Thank you for being wonderful co-star. Thank you for making me feel so comfortable throughout the shoot. Ini baki characters, Ramzan. It was great working with you. I'm working with you on camera. പക്ഷേ റംസാൻ എനിക്ക് D4 Danceന്റെ ടൈമിൽ എനിക്കറിയാം. ആൻഡ് seeing your journey as an actor, I'm very proud to see your growth. Very well done. Congratulations and all the best for your future. ഇനി ബാക്കി വില്ലൻ ഗ്യാങ്സ്, ലയ ആയിരിക്കട്ടെ, ഐശ്വര്യ. ഞാൻ ദുബൈയിൽ കണ്ടു കഴിഞ്ഞിട്ട് the first thing I remember, I messaged you girls and I said you girls were wonderful.
ഒരു സ്ട്രോങ് സ്ക്രീൻ പ്രസൻസ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരിലും. ആൻഡ് യു ഗേൾസ് വർ ഫെനോമിനൽ ഇൻ ദിസ് as your characters, and God bless you. Hope you have I'm sure you guys have a bright future. Coming to Vishak, seeing you on screen first time we working together, Pasha, I've seen you, I saw your work in your previous film Emergency and everything, and I think you're a wonderful actor. And my husband didn't think that you were the same guy who was in Emergency. But I still have that, I'm still holding you against that climax scene, and in the middle, Devam Bhagyan Darate, that I can get back at you very, very soon. But jokes aside, I think you were wonderful as the character, and you just lived the character, and it was on par with Hari Shankar Nuparayam. All you people were phenomenal. So, Churukathala, I'm very happy. Thank you for having me part of this film. And last but not the least, തീർച്ചയായിട്ടും ഷനീമിനോട് താങ്ക് യു പറയണം. എല്ലാവർക്കും അറിയാം, ഷനീം he is known to everybody in this in the industry. Yes, and all the very best wishes to you, Jithu sir. ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ, cinematic marvels we are expecting from you. Thank you so much. എന്നാ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായ നമ്മൾക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാഡം, താങ്ക് യു. നമസ്കാരം. കറക്റ്റ് 2 വാക്കുകളിൽ നിർത്തിയിട്ടുണ്ട്. Thank you so much once again. And now, Mr. C.B. Chavra. So please join with us. അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്താണെന്ന് പറയാനുള്ളത്? നായകന്റെ റെഡ് ലൈറ്റിന്റെ പ്രത്യേകത മാറ്റം ഇതിന്റെ സിറ്റുവേഷൻ പോലെ ജോസഫിന്റെ പപ്പേക്കുമാണ്. എന്റെ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വൈറ്റ് ആയിരുന്നു. റെഡ് എനിക്ക് നമ്മൾ യാതൊരു കണക്ഷനും ഇല്ല അല്ലേ? എന്തായാലും നമ്മുടെ ഈ ഒരു മറ്റെല്ലാ ചിത്രങ്ങളും പോലെ ഈ ചിത്രവും എല്ലാവരും 2 രീതിയിൽ ഏറ്റവും സ്നേഹത്തോട് സ്വീകരിച്ചിരിക്കുന്നു. എന്താ പറയാനുള്ളത്? സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ യാതൊരു ടെൻഷനും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ സിനിമയിൽ ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്റെ ലക്ഷ്യം കൊമേഴ്ഷ്യൽ സക്സസ് മാത്രമായിരുന്നു. ഒരു കേസ് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നു. ചിലപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ജഡ്ജ്മെന്റ് മാറുമെന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ടെൻഷനോടുകൂടി കണ്ട സിനിമയിലാണ് ഫസ്റ്റ്. And anyhow, a big success, guys. So thank you so much once again. Expecting more and more things from more and more movie marvels from you. Yes, നമുക്ക് ഈ ഒരു സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് വിഷ്വൽസ് നമുക്ക് സമ്മാനിച്ചപ്പോൾ I had an opportunity to share the screen. But I'm a big fan of you, sir. Thank you so much for entertaining us for this long, and I hope I get to work with you, sir, soon, very soon. Thank you so much. And Chakra sir, can you also please join with us once again on the stage? So നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് പേരെ നമ്മുടെ ഈ ഒരു മൊമെന്റിൽ we are about to honor. സോ ഏറ്റവും ആദ്യം നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു നമ്മൾ ഇതിന്റെ തന്നെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പിനെ തന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമ്മൾ കണ്ടായിരുന്നു അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. So let us all put our hands together for the one and only the debut actor director Mr. Jithu Ashraf. എല്ലാവരും എനർജിയോടുകൂടി തന്നെ എല്ലാവരും ഇൻവൈറ്റ് ടു ദി സ്റ്റേജ്. ഒരുപാട് കാലം മനസ്സിൽ സ്വപ്നം കണ്ട ഒരു മൊമെന്റ് ആണിതെന്ന് അറിയാം. കാര്യം ആ ഒരു കരച്ചിലിന്റെ ഒരു വിഷ്വൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ച്. എന്താ പറയാ, ഭയങ്കര ഭാഗ്യം. ആദ്യത്തെ പടം തന്നെ ഹിറ്റായി എന്നറിയുമ്പോൾ ഒന്നാമതൊരു ഭാഗ്യം. ഏതാണ് ചോദിച്ചത്? കെട്ടിപ്പിടിച്ച കാര്യമോ? സാറിന്റെ മൊത്തത്തിൽ ഇപ്പോൾ ഉള്ള ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. ആ കെട്ടിപ്പിടിച്ച മൊമെന്റിനെ പറ്റിയിട്ടും സംസാരിക്കാം. ഏത് നിമിഷത്തിനെ പറ്റിയിട്ടും ഓൾ ദിസ് ജേർണി, ദിസ് ഈസ് യുവർ തിങ്, ദിസ് ഈസ് യുവർ മൊമെന്റ്. എന്റെ അനിയനുണ്ടായിരുന്നു. എന്നെക്കാട്ടി കൂടുതൽ
ഞാൻ ഇത് സക്സസ്ഫുൾ ആണോ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ അനിയൻ. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോൾ ആ സമയത്ത് ഞാനും ഇമോഷണൽ ആയി. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലത്തീഫ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. എനിക്കും ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. പുള്ളിയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ സംഭവമാണിത്. പിന്നെ സിനിമ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ് എഡിറ്റെല്ലാം കഴിഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു തോന്നി. പക്ഷെ ഇത്രത്തോളം ഇത് ഹിറ്റാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഇത് റിസീവ് ചെയ്ത രീതി കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ശരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് ഭയങ്കര ഒരു എങ്ങനെയായിരിക്കും ഫാമിലി ഓഡിയൻസിനെ എടുക്കുക എന്നുള്ളത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ അനിയന്റെ മോള് 8 വയസ്സേ ഉള്ളൂ. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, 13 പ്രാവശ്യം കണ്ടുപോകണം. അതാണ്. അപ്പൊ ഇത് എന്ത് മാജിക്കാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും വളരെ സന്തോഷം. പിന്നെ കൂടുന്ന എല്ലാ ടെക്നീഷ്യന്മാരോടും പേര് പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാവരോടും താങ്ക് യു ഓൾ. Thank you so much.